Hello everyone, I am Devika N Nair, Kottayam Medical College 2022 batch 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ്. ഞാൻ 2021 KE മാന്നാനം സ്കൂളിൽ നിന്നും +2 കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഒരു വർഷം പാലാ ബ്രില്യൻറ്റിൽ ഓൺലൈനായി റിപ്പീറ്റ് ചെയ്തിരുന്നു. First of all, congratulations to all those who cracked NEET 23 and are waiting to get into their dream colleges. ഇപ്പോൾ എല്ലാവരും അലോട്ട്മെന്റ് ലിസ്റ്റിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് ഏതൊക്കെ കോളേജ് കിട്ടും എന്നുള്ള ഒരു ആൻസൈറ്റിയിൽ ഇരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സംശയമായിരിക്കും, അലോട്ട്മെന്റ് ലിസ്റ്റ് ഇനി വന്ന് കോളേജ് കിട്ടിയാലും കോളേജിൽ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, ഏതൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നപ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്തു അഡ്മിഷൻ എടുക്കാനായിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അഡ്മിഷന് ആവശ്യമായ ഡോക്യുമെന്റ്സ്, അതായത് നമ്മുടെ ക്ലാസ് 10-12 മാർക്ക് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുവരെ ഇതൊന്നും റെഡിയാക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം തയ്യാറാക്കി വെക്കുക, അല്ലെങ്കിൽ ഫൈനൽ മൊമെന്റ് ഒരു റഷ് ആയിരിക്കും. ഇനി ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വരേണ്ടത് കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലാണ്. അവിടെ വന്നു കഴിയുമ്പം തീർച്ചയായും നിങ്ങൾക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സീനിയർ സ്റ്റുഡൻസിന് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. അവിടെ അവർ നിങ്ങൾക്കൊരു നമ്പർ അലോട്ട് ചെയ്യും വന്ന ഓർഡറിൽ. അതേപോലെ തന്നെ ഒരു ഫോം തരും ഫില്ല് ചെയ്യാനായിട്ട്. ഇനി ഈ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ മുകളിൽ ഓഫീസിന് പുറത്ത് വെയിറ്റ് ചെയ്യണം. ഇനി ആദ്യം നിങ്ങൾക്ക് അലോട്ട് ചെയ്ത നമ്പറിലെ ആ നമ്പറിന്റെ ഓർഡറിലായിരിക്കും നിങ്ങൾ ഓഫീസിനുള്ളിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്യുക. ഓഫീസിനുള്ളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതേപോലെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, ക്ലാസ് 10-12 ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ഇതെല്ലാം അവർ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യും. ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫീസ് അടയ്ക്കാനായിട്ട് താഴെ പോകണം. താഴെ അത് അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ പറഞ്ഞു തരും എവിടെയാണ് ഫീ അടയ്ക്കേണ്ടത്. ഫീ എന്ന് പറയുമ്പം ഞാൻ വിശ്വസിക്കുന്നു ട്യൂഷൻ ഫീ ഒക്കെ നിങ്ങൾ സൈറ്റിൽ ഓൺലൈനായിട്ട് അടച്ചിട്ടുണ്ടാവുമെന്ന്. ബാക്കിയുള്ള ഫീസ്, അതായത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്, ബസ് ഫീ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താഴെ കോളേജിൽ തന്നെയാണ് അടയ്ക്കേണ്ടത്. കോളേജിന്റെ ക്യാഷ് കൗണ്ടറിൽ അടയ്ക്കണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. UPI പേയ്മെന്റ്, GPay, അതേപോലെ കാർഡ് പേയ്മെന്റ് ഒന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഫീ അടച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ പോകേണ്ടത് ഈ ഡോക്യുമെന്റ്സും അതേപോലെ ഫീ റെസിപ്റ്റും ആയി പോകേണ്ടത് പ്രിൻസിപ്പൽ ഓഫീസിലേക്കാണ്. പ്രിൻസിപ്പൽ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ പ്രിൻസിപ്പലിന്റെ സൈൻ വാങ്ങണം. പ്രിൻസിപ്പലിന്റെ സൈൻ വാങ്ങിയ ഡോക്യുമെന്റ്സ് വീണ്ടും തിരിച്ച് ഓഫീസിൽ തന്നെ കൊടുക്കണം. അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആവും. ഈ ഹോസ്റ്റൽ എടുക്കാൻ താല്പര്യമുള്ളവരുടെ ഹോസ്റ്റലിൽ വന്ന് ചെറിയൊരു എമൗണ്ട് അടിച്ച് ഹോസ്റ്റൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഞാൻ പേഴ്സണലി ഹോസ്റ്റൽ എടുക്കാനേ പറയുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായി ഒരുപാട് ക്ലാസ്സസ് ഒക്കെ ഈവനിങ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതേപോലെ കോളേജിലെ മിക്ക പരിപാടികളും ഈവനിങ് ആണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാത്തിനും പങ്കെടുക്കാനായിട്ട് കുറച്ചുകൂടി സൗകര്യം ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴായിരിക്കും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തൊരു ഫസ്റ്റ് 15 days ഫൗണ്ടേഷൻ പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ ആ പ്രോഗ്രാം നടക്കുന്ന ഡേയ്സിലൊന്നും നമുക്ക് സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സിന്റെ ഒന്നും ആവശ്യമില്ല. അത് കഴിയുമ്പോഴേക്കും വാങ്ങിയാൽ മതി. ഇനി ഏതൊക്കെ ബുക്ക് വാങ്ങണം എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. അപ്പം ഈ അഡ്മിഷൻ എടുത്ത ദിവസം വൈകുന്നേരമോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ സീനിയേഴ്സ് നിങ്ങളെ കോളേജിന്റെ ഗ്രൂപ്പ്സിലൊക്കെ ആഡ് ചെയ്ത് തുടങ്ങും. അപ്പൊ ആ ഗ്രൂപ്പിൽ അവർ ലിസ്റ്റ് ഇടുന്നതായിരിക്കും നമ്മൾ ഏതൊക്കെ ബുക്ക് വാങ്ങണം എന്നുള്ളത്. ഇതിൽ എല്ലാ ബുക്കൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കുറെ ബുക്സ് ഒക്കെ നമുക്ക് PDF അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ ഫോണിലോ ടാബിലോ ലാപ്പിലോ ഒക്കെ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി ബുക്സ് ഡിസ്കൗണ്ടഡ് റേറ്റിൽ അവൈലബിൾ ആണ് ഇവിടെ അടുത്തൊരു ഷോപ്പിൽ. ഡിസ്കൗണ്ട് എപ്പോഴും ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. ആദ്യത്തെ ആ ഒരു കുറച്ച് പീരീഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഡിസ്കൗണ്ട് തീരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും എല്ലാ ബുക്സും വാങ്ങി തീർക്കാൻ ശ്രമിക്കുക. ഇനി ഇത്രയൊക്കെയാണ് കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മറക്കാതെ ഡോക്യുമെന്റ്സ് എല്ലാം വീട്ടിൽ നിന്ന് എടുക്കുക. കാരണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വന്ന് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഡോക്യുമെന്റ്സ് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആവില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് 2023 ബാച്ചിൽ വരാൻ പോകുന്ന എൻ്റെ എല്ലാ ജൂനിയേഴ്സിനെയും ഞാൻ സന്തോഷത്തോടെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ബെസ്റ്റ് വിഷസ് ടു ഓൾ ഓഫ് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.